എല്ലാം നല്ല ഇതായിട്ട് വന്നതാണ് കേട്ടോ. ഭയങ്കര സങ്കടമായിപ്പോൾ ഇത് കാണുമ്പം. അയ്യോ, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഇത്രയായപ്പം തന്നെ ഭയങ്കര സങ്കടം അല്ലേ. ഇപ്പം കണ്ട് കൊലച്ച വാഴയായിരുന്നു, നല്ല ഒന്നാന്തരം പൂവൻകൊല വന്നതാണ്, അതും വീണു പോയി. ഇന്നലെ നമ്മുടെ പറമ്പിലൊരു ടൂറൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് നിന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പറമ്പിലോട്ടൊക്കെ വന്നൊന്ന് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ്. പക്ഷേ എങ്കിൽ കണ്ണ് നിറഞ്ഞു പോയി കണ്ടപ്പോൾ. ഞാൻ നട്ടിരുന്ന കപ്പ എല്ലാം കണ്ട് ഇങ്ങനെ മറിഞ്ഞു കിടക്കുക. ഇന്നലെ എത്രയും കാറ്റുണ്ടെന്ന് അറിയാൻ വയ്യ ഉണ്ടായിരുന്നു. എത്രയും ഇങ്ങനെ നഷ്ടം ഉണ്ടാവാനായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു എന്നറിയാൻ വയ്യ. മനുഷ്യർ തള്ളിയിട്ടേക്കുന്ന മാതിരിയാണ് കിടക്കുന്നത്. പക്ഷേ മനുഷ്യരൊന്നും നമ്മുടെ ഇതിനകത്തോട്ട് അങ്ങനെ ഇതുവരെയും ഉള്ളൊരു ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. കാറ്റ് തന്നെയാണ്. ചീനിയെല്ലാം കണ്ട് ഇങ്ങനെ പിഴുതു വെച്ചേക്കുന്ന പോലെ അങ്ങ് ഇരിക്കുക, കണ്ടില്ലേ. ഇതിപ്പോൾ എന്തായാലും 2-3 മാസം കൂടെ ഒക്കെ കഴിഞ്ഞ് പറിക്കേണ്ട കമ്പായിരുന്നു. പക്ഷേ ഇനിയിപ്പം എല്ലാം പറിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യാനാ, വല്ലാത്തൊരു സങ്കടം കാഴ്ച കണ്ടപ്പം തന്നെ. നല്ല നല്ല ആരോഗ്യത്തോടെ നല്ല കെയറോട് നമ്മൾ വളർത്തിയത്, നല്ല ആരോഗ്യത്തോട് വളർന്നു വന്ന കപ്പയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വെയിലൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയോ വല്ലതും വയ്ക്കാം, അതേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ലൈനായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പടിഞ്ഞാറൻ കാറ്റെങ്ങാണ്ട് അടിച്ചതെന്നാണ് തോന്നുന്നത്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു 10-60 മൂട് കമ്പ് ഞാൻ നട്ടേക്കുമായിരുന്നു. അങ്ങനെ പല ടൈപ്പിലുള്ള കമ്പായിരുന്നു. എല്ലാം നല്ല ഇതായിട്ട് വന്നതാണ് കേട്ടോ. ഭയങ്കര സങ്കടമായിപ്പോൾ ഇത് കാണുമ്പം. അയ്യോ, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പന്നിയാണെന്നുണ്ടെങ്കിൽ എല്ലാം തിന്നുമല്ലോ, പന്നിയൊന്നും അല്ല, ഇത് കാറ്റ് തന്നെ കൊണ്ട് എല്ലാം വീണതാണ് കേട്ടോ. വല്ലാത്തൊരു സങ്കടം തന്നെ. എന്തായാലും അങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ടെല്ലാം കൂടെ അടിച്ചാൽ കളഞ്ഞിരിക്കുക. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും ഒരു ടയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അതും നശിച്ചു പോയി. ഇനി അത് ടയറൊക്കെ കമ്പിയും കൂടെ അങ്ങ് ഇരിഞ്ഞങ്ങ് പോയിരിക്കുക. കപ്പയൊക്കെ നല്ല സൂപ്പർ കപ്പയായിരുന്നു. അപ്പം അതിൻ്റെ ഡ്രാഗൻ്റെ ടയറെല്ലാം പറന്നു പോയി. എന്നാലും ഒരെണ്ണേ പോയുള്ളൂ, എല്ലാം വീണു, എല്ലാം. കമ്പി കിട്ടി, അതവിടെ നിന്ന് അങ്ങ് ഇരിഞ്ഞു പോയി കേട്ടോ, കമ്പി വെക്കുന്ന ഭാഗം. എന്തായാലും കമ്പി കിട്ടി. അതിൻ്റെ മുകളിലോട്ട് ഇനി എന്തായാലും ടയറെടുത്ത് വെക്കാം. ഇനി അടുത്ത കാറ്റത്ത് നോക്കാം എന്തോ സംഭവിക്കുമെന്നുള്ളത്. നമുക്ക് പിന്നെ ഇത്രയായപ്പം തന്നെ ഭയങ്കര സങ്കടം അല്ലേ. അപ്പം വാഴക്കൃഷിയും അതേപോലെ തന്നെ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുന്നവർക്ക് ഇതേപോലെ കാറ്റത്ത് എന്തോരം നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ആയിരക്കണക്കിന് വാഴ നട്ടവർ, ചീനി നട്ടവർ, അവർക്കെല്ലാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൃഷിക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ഇതിന് ഉള്ളതായ ഇൻഷുറൻസും പദ്ധതികളൊക്കെ അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കർഷകർക്ക് ഒരു ലാഭവും ഇല്ലാതെ അവർ കഷ്ടപ്പെട്ടിട്ട് ഇൻഷുറൻസ് വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസയൊക്കെ ചിലവാക്കി പാവങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഈ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്ക് തന്നെ ഇത്രയും ആയിട്ട് തന്നെ എൻ്റെ കുറച്ച് കപ്പയും അതുപോലെ നട്ടിരുന്നതായ പിന്നെ എൻ്റെ ചോളം പോയിട്ടുണ്ട്, വെണ്ടയ്ക്ക, ഇതെല്ലാം ചരിഞ്ഞ് കിടക്കുക. ഇനി എല്ലാം മണ്ണടിപ്പിക്കണം. അപ്പം ഭയങ്കര ജോലിയാണ്. എന്നും ജോലിക്കാർ എല്ലാം വന്ന് ചെയ്യുന്നുണ്ട്, എങ്കിലും ഇനിയിപ്പോൾ എക്സ്ട്രാ പണികളാണ് ഇവിടെ വരാൻ പോകുന്നതിന്. അതുകൊണ്ട് ഇത് എൻ്റെ റെയിൻബോ ചോളമായിരുന്നേ. ഇതും എല്ലാം ഇങ്ങനെ ചാഞ്ഞ് കിടന്നായിരുന്നു. പിന്നെ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. ഇനി ഒരു കാറ്റൂടെ പോയാൽ ഇത് നിലത്ത് വീഴും. അതുകൊണ്ട് ആ സൈഡെല്ലാം ഇനി അങ്ങനെ കിടക്കുക. നന്നായിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു, നല്ല ആരോഗ്യത്തോടെ പൂക്കാൻ തുടങ്ങിയതാണ്. ഇനി അതിനെല്ലാം കമ്പ് കുത്തിക്കൊടുത്ത് നിർത്തേണ്ടി വരും. കാല് വെച്ചൊന്ന് ഉറപ്പിച്ചാലൊന്നും ഈ കാറ്റത്തൊന്നും നിൽക്കത്തില്ല. ചീനി പിഴുതു പോയപ്പോൾ പിന്നെ ഒരു ചോളം പിഴുതുവാനാന്ന് പാട്. നിമിഷ നേരം കൊണ്ടെല്ലാം പോകും. അതേപോലെ തന്നെ വെണ്ടയെല്ലാം ചാഞ്ഞായിരുന്നു കേട്ടോ. വെണ്ടയും കുറേ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. വെണ്ടയും ഒക്കെ രാവിലെ വന്ന് നോക്കിയപ്പോഴെല്ലാം ചാഞ്ഞ് കിടക്കുമായിരുന്നു. വല്ലാത്തൊരു സങ്കടമായിപ്പോൾ എന്തായാലും. അതുപോലെ തന്നെയാണ് വഴുതനയൊക്കെ ഞാൻ കെട്ടി നിർത്തിയിരുന്നതായിരുന്നു, അതും എല്ലാം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ ഹരിത വഴുതനയാണ് ഇഷ്ടം പോലെ പിന്നെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു 5-6-7 മൂടുണ്ട് കേട്ടോ. എല്ലാം അങ്ങ് നന്നായിട്ട് വളർന്നു വന്നതായിരുന്നു. പിന്നെ എല്ലാം അങ്ങ് ചാഞ്ഞു പോയേക്കുക. ഇനി നല്ലൊരു പണിയുണ്ട് അതിനകത്തും. അങ്ങനെ വല്ലാത്തൊരു നഷ്ടമായിപ്പോയി കാറ്റും മഴയും. നനയ്ക്കാത്തൊരു മഴയായിപ്പോയിരുന്നു രാത്രിയിൽ. അറിഞ്ഞതേ ഇല്ല സത്യം പറഞ്ഞാൽ. കാറ്റടിച്ചെന്ന് അറിഞ്ഞില്ല, മഴ പെയ്തതറിഞ്ഞു. ഇത്രയും ഒരു നഷ്ടം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പം കൃഷിയൊക്കെ
കൃഷിഭവനിൽ നമുക്ക് ഇൻഷുർ ചെയ്യാനായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും അതൊക്കെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അപ്പം നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസറോട് ചെന്ന് സംസാരിച്ച് അതിനുള്ള ഇൻഷുറൻസ് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ചേരാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നഷ്ടമൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കണ്ട് കൊലച്ച വാഴയായിരുന്നു, നല്ല ഒന്നന്തരം പൂവൻകൊല വന്നതാണ്, അതും വീണുപോയി. കുറേ നഷ്ടങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുക. എന്തോ ചെയ്യാനാ. അപ്പം ഇതേപോലെ കാറ്റത്തും മഴയത്തും നിങ്ങളുടെ നാട്ടിലും ഇന്നലെ ഉണ്ടായ കാറ്റത്തും മഴയത്തും ഇതേപോലെ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. അതോ ഇനി ഇവിടെ മാത്രമേ കാറ്റ് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് മാത്രമേ നഷ്ടം ഉണ്ടായുള്ളൂ എന്ന്. അപ്പം അങ്ങനെ സംഭവിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എൻ്റെ സങ്കടാവസ്ഥകളും നമ്മുടെ കൃഷിയുടെ ഈ കണ്ടീഷനും ഒക്കെയാണ്. അപ്പം ഇനിയിപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.